ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇത് ഇന്നലെ രാത്രി പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പം തന്നെ ആപ്പനെയും ഹേമേമേനെയും ഒക്കെ വിളിച്ച് പറഞ്ഞു അവരും വരുന്നതെന്ന് പറഞ്ഞു. അവരുള്ളത് കൊണ്ട് നമുക്ക് 2 കാർ എടുക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ 2 കാറിലായിട്ട് നമ്മൾ 10 പേരാണ് പോയത്. ശൈലമ്മയും കല്യാണും അമ്മയും അർജുവേട്ടനും ഞാനും സച്ചിയും ആപ്പനും ഹേമേമയും അർഷാവിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര തുടർന്നു. ആദ്യം നമ്മൾ പോകുന്നത് രാജരാജേശ്വരിയിലേക്കാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വണ്ടിയിലേക്ക് പെട്രോളൊക്കെ നിറച്ചിട്ട് നമ്മളങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ചെറിയ ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ അവസാനം നമ്മൾ രാജരാജേശ്വരി എത്തി കേട്ടോ. രാജരാജേശ്വരി ഞങ്ങൾ മുമ്പും വന്നിട്ടുണ്ടായിരുന്നു. മുന്നേ ഒരിക്കൽ വൈകുന്നേരം കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം മാത്രമേ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അർജുവേട്ടൻ നമ്മളിവിടെ ഇറക്കിയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അർജുവേട്ടനും സച്ചിയും പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചു. അപ്പോൾ രസ്നേച്ചിനെ അതിന് മുമ്പേ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രസ്നേച്ചിയുടെ വീട് ഇവിടെ തൃച്ചംബരാണ്. അപ്പോൾ രസ്നേച്ചിയും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രസ്നേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിള്ളേരില്ലായിരുന്നു കേട്ടോ, അവർ ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി. ഇവിടെ സ്ത്രീകൾക്കകത്തേക്ക് പ്രവേശനമില്ല. വൈകുന്നേരം 7:00-ക്ക് ശേഷം മാത്രമേ പ്രവേശനമുള്ളൂ. പിന്നെ ആണുങ്ങളകത്ത് കയറുമ്പം ഷർട്ട് ധരിക്കാനും പാടില്ല. അങ്ങനെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ആണുങ്ങളൊക്കെ അകത്തേക്ക് കയറി. നമ്മൾ പെണ്ണുങ്ങൾ പുറത്ത് നിന്ന് തന്നെ പ്രാർത്ഥിച്ചു. പുറത്ത് മുട്ടുകുത്തിയിരുന്ന് നല്ലപോലെ അകത്തേക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചു. കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ അകത്ത് പോയവർ പുറത്തേക്ക് വന്നു. പിന്നെ അമ്പലത്തിൽ പോയാൽ കുറച്ച് സമയം പുറത്തിങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഒരു ചടങ്ങാണല്ലോ. അങ്ങനെ നമ്മൾ പുറത്ത് കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് പ്രദക്ഷിണം വെച്ചു കേട്ടോ. കുറേ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തളിപ്പറമ്പുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ രാജരാജേശ്വര. കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അകത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം നമുക്ക് ഇനിയും ചെറുകുന്ന അമ്പലത്തിൽ കൂടി പോകാനുണ്ട്. അതിനുമുമ്പ് തൃച്ചംബരം പോകണമെന്നൊക്കെ പ്ലാൻ ഇങ്ങനെ മാറ്റി മാറ്റി വരുന്നുണ്ടായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കാരണം ചിലപ്പോൾ അമ്പലം ക്ലോസ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൃച്ചംബരം വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇറങ്ങുന്നതിന് മുമ്പ് അമ്പലത്തിലേക്ക് വന്നാൽ ഫോട്ടോസും വീഡിയോസും അത് നിർബന്ധമാണല്ലോ. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് രസ്നേച്ചി വീട്ടിലേക്ക് പോയി. കാരണം പിള്ളേരെ കൂട്ടിയിട്ടാണ് രസ്നേച്ചി ചെറുകുന്ന അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് തളിപ്പറമ്പുള്ള ബാംബു ഹോട്ടലിലേക്കാണ് കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ചെറുകുന്ന അമ്പലത്തിൽ കൂടി പോകാനുള്ളത് കൊണ്ട് വെജ് തന്നെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും അവരവർക്ക് വേണ്ടത് തന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ 2 ടേബിളായിട്ട് നമ്മളങ്ങനെ 10 പേരും കൂടി ഇരുന്ന് കഴിച്ചു. പിന്നെ ഇടയ്ക്ക് പൊറോട്ടയും കൂടി വാങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ടയിൽ മുട്ട ഇടുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയായിരുന്നു അറിഞ്ഞത് കല്യാണം സച്ചിയും പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ പയ്യന്നൂരത്തെ ബാംബുവിനെ അപേക്ഷിച്ച് ഭയങ്കര ബെറ്ററാണ് ഇവിടുത്തെ ബാംബു. നമ്മൾ മുന്നേ വന്നിട്ടുമുണ്ട് ഇവിടെ. നല്ല ഫുഡൊക്കെ നല്ല ടേസ്റ്റും കാര്യമാണ്. പിന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ നല്ല തന്നെയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഉഷാറായത്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ബാംബൂന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ചെറുകുന്ന അമ്പലത്തിലേക്കാണ് കേട്ടോ. ചെറുകുന്ന അമ്പലത്തിലേക്ക് പോകുന്നത് നമ്മൾ ഇങ്ങനെ ഒരു വഴിയിലേക്ക് കൂടിയാണ്. ചെറുകുന്ന അമ്പലത്തിലേക്ക് നമ്മൾ പറപ്പൂൽ വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വെള്ളിക്കൽ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 സൈഡിലും നല്ല പുഴയും മലയും കുന്നെന്ന് പറഞ്ഞ പോലെ നല്ല പ്രകൃതി ഭംഗി നല്ല പോലെ ഉണ്ടായിരുന്നു. നല്ലപോലെ ആസ്വദിച്ചിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ ചെറുകുന്ന അമ്പലം കുറേ തവണ ഇങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട്. പക്ഷേ ഇന്നാണ് അവിടെ എത്താൻ പറ്റിയത്. അങ്ങനെ അവസാനം നമ്മൾ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ് കേട്ടോ. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, ചില സമയത്ത് മാത്രമേ നടക്കുള്ളൂ എന്ന് പറയുന്ന പോലെ. എത്രയോ തവണ ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് അവിടെ ഉത്സവമായ സമയത്താണ് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഉത്സവമായതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ ഭയങ്കര തിരക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം രാത്രിയാണ് ഇവിടെ ആഘോഷവും പിന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു കച്ചേരി കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാറ് പാർക്ക് ചെയ്തു. നമ്മൾ കാറ് പാർക്ക് ചെയ്ത ഉടനെ തന്നെ രസ്നേച്ചി പിള്ളേരെ കൂട്ടിയിട്ട് രസ്നേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് അകത്തോട്ട് പ്രവേശിച്ചു. നല്ലൊരു അമ്പലം തന്നെയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും അന്നപൂർണേശ്വരി ദേവിയും കൂടിയാണ് കേട്ടോ. കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ്.
പിന്നെ നമ്മൾ കയറാൻ നേരത്ത് അവിടെ ശീവേലി നടക്കുന്നതുകൊണ്ട് കുറച്ച് സമയം പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അങ്ങനെ അകത്ത് കയറി പിന്നെ പ്രാർത്ഥിച്ചു. പിന്നെ നെയ്പായസവും പാൽപ്പായസവും അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വെറുതെ ഒന്ന് നടന്നു, കുളത്തിലൊക്കെ പോയി. 1 മണിക്ക് ശേഷം മാത്രം അന്നദാനം അവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അന്നദാനം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് മല്ലിയോട്ട് പാലോട്ട് കാവിലേക്കാണ് കേട്ടോ. അവിടെ ഇപ്പം ഉത്സവമാണല്ലോ, വിഷുവിൻ്റെ അന്ന് തലേന്നാളാണ്. ഏപ്രിൽ 14 തുടങ്ങിയ ഉത്സവം 18, അതായത് നാളെയാണ് അവസാനിക്കുന്നത്. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ഇവിടെ ഉത്സവത്തിന് വരാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഗൗരിലക്ഷ്മീൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ അകത്ത് കയറി. അവിടെ പാലോട്ട് ദൈവം അങ്ങനെ കൈലാസ കല്ലിൽ കയറിയിട്ടുണ്ടായിരുന്ന ചടങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. അത് നല്ല പോലെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നാളെയാണ് ഇവിടെ ഉത്സവം തീരുന്നത്. നാളെ ഇവിടെ എടുക്കാൻ പറ്റില്ല. എന്തായാലും വന്നത് നല്ല ദിവസം തന്നെ ആയിട്ടോ. അങ്ങനെ ഭഗവതീനൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ പോയത് പെരുമ്പയിലുള്ള ഉപ്പും മുളകും ഹോട്ടലിലേക്കാണ് കേട്ടോ. ഇത് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ആ ഹൈപ്പിൻ്റെ അത്ര ഫുഡ് വലിയ കൊള്ളില്ലായിരുന്നു. പിന്നെ അവരെ കസ്റ്റമർ സർവീസും അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും മീൻ ഫ്രൈയും കൂന്തലും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ തായമ്പത്ത് തറവാട്ടിലേക്കാണ് കേട്ടോ. തറവാട് പുതിയത് പണിയുന്നുണ്ട്. അങ്ങനെ പുതിയ പണിയുന്ന തറവാടിനകത്തൊക്കെ കയറി. പിന്നെ തറവാടിനകത്ത് കയറി പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അമ്മേൻ്റെ വളപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. അവിടെ നിറച്ചും മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ അർജുവേട്ടൻ മാങ്ങയൊക്കെ പറിച്ചു. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു.